ഹായ് എവ്രി വൺ. അപ്പോൾ എൻ്റെ വിൻ്റർ സീരീസിലുള്ള പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 7 ഓഫ് വിൻ്റർ സീരീസ് വ്ളോഗാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ എനിക്ക് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്. ഞാൻ സ്വിമ്മിങ്ങിന് പോവുകയാണ്. ആക്ച്വലി ഇത്രയും മഴയത്ത് ഒരു മടിയൊക്കെ തോന്നി എനിക്ക്. പിന്നെ തോന്നി നമുക്കിനി 1 മന്തും കൂടി ഉള്ളൂ സ്വിമ്മിങ്ങിൻ്റെ ട്രെയിനിങ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ. ഞാൻ ബസ് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ വിൻ്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞൊക്കെ നന്നായിട്ട് പോയി കണ്ടോ. നന്നായിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫോളും മഴയും അതുപോലെ തന്നെ മഞ്ഞും ചെറുതായിട്ടൊക്കെ ഉള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഒരു 20-25 മിനിറ്റ്സിൻ്റെ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ബസ്സേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് ഞാൻ പോകുന്ന സ്വിമ്മിങ് ക്ലാസ്സിലേക്ക്. അപ്പം സ്വിമ്മിങ് ക്ലാസ്സിലെത്തി ഞാൻ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ലോക്കറിൽ നമ്മുടെ തിങ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ സ്വിമ്മിങ് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അതേ റിക്രിയേഷൻ സെൻറ്ററിൽ ഒരു സ്പോർട്ട് ഐറ്റമാണിത് കേട്ടോ. ഐസ് സ്കേറ്റിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതേ റിക്രിയേഷൻ സെൻറ്റർ തന്നെയാണ് ഞാൻ ജിമ്മിനും അതുപോലെ തന്നെ സ്വിമ്മിങ്ങിനൊക്കെ യൂഷ്വലി വരാറ്. അപ്പോഴൊക്കെ ഞാനിവിടെ കുട്ടികൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാറുണ്ട് കേട്ടോ ഈ ഫീൽഡിൽ. ഇത് ഫുൾ ഐസാണ് കേട്ടോ. ഈ ഐസിൽ ഇങ്ങനെ നമ്മളത് കാണുന്നത്ര നിസ്സാരമല്ല. ഇതിന് നല്ല ട്രെയിനിങ്ങും നല്ല പേഷ്യൻസും നല്ല സ്കില്ലും വേണം കേട്ടോ. വേണ്ട ഒരു സ്കില്ലാണിത് ആക്ച്വലി. അപ്പം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വിൻ്റർ ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു. അപ്പം ഇത് ഒരുവിധം എല്ലാ ഏജ് വൈസ് കാറ്റഗറൈസ് ചെയ്തിട്ടൊരു കോമ്പറ്റീഷൻ ആയിട്ടാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ഓഡിറ്റോറിയം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ള പാസിന് നല്ല എത്രയോ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. പക്ഷെ നമുക്കിത് പുറത്തു നിന്ന് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തു നിന്ന് കാണുക ചെയ്തത്. എന്തായാലും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. ഈ പിള്ളേരൊക്കെ എങ്ങനെയാണ് ഇത് ട്രെയിൻ ചെയ്തെടുത്തതെന്നുള്ളത് വളരെ ഒരു അത്ഭുതമായിട്ടുള്ള. തീരെ കൊച്ചിലെ മുതൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ഒബ്സർവേഷൻ പ്രകാരം ഇത് ഇന്ത്യൻസ് ഇതിൽ ഞാൻ കണ്ടില്ല കേട്ടോ. യൂഷ്വലി കനേഡിയൻസും പിന്നെ അതർ ഫോറിനേഴ്സാണ് ഞാൻ ഈ സ്പോർട്ടിൽ അധികമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പം ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഏജ് വൈസും ഒക്കെ ആയിട്ടാണ് ഈ കോമ്പറ്റീഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ് വരുമൊന്നും നിന്നില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ തിരിച്ചു. അപ്പോൾ ഈ ഓഡിറ്റോറിയം ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് സെയിൽ തന്നെ എൻഡായിരിക്കുകയാണ്. അത്രയും തിരക്കുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത്. ശരിക്കും ഈ തണുപ്പിൽ നമ്മൾ സർവൈവ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്പോർട്സായിട്ട് നമ്മൾ ഒരു സ്കില്ല് അത് ഡെവലപ്പ് ആക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിക്കുന്നിടത്തോളം. എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ കുറച്ച് സമയം കൂടുതൽ തന്നെ തണുപ്പിൽ നിന്നാൽ തന്നെ നമുക്ക് മേ ബി അവരവിടെ ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കാം ആ പിള്ളേർക്ക് അതിനോടുള്ള ആ ഒരു എന്താ പറയുക ഒരു ടോളറൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഈ കുട്ടിയൊക്കെ ജസ്റ്റ് ഒരാളായിട്ട് ഇൻഡിവിജ്വൽ സോളോ പെർഫോമൻസ് ആയിരുന്നു. അണ്ടർ 7 കാറ്റഗറി എന്തോ ആണ്. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്രഷ്കോയിലേക്ക് പോയി കേട്ടോ. അപ്പം അവിടെ ആപ്പിളിനൊക്കെ എന്തോ ഡിസ്കൗണ്ട് സെയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കണ്ടു കേട്ടോ. ഇതെന്തോ പിയർ അങ്ങനെ എന്തോ. പിയർ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിലെ സബർജലി ഇതൊന്നും ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. ഇതെന്തോ ഒരു പിയറിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ഇത് എന്നിട്ട് എന്തോ ഒരു ഏഷ്യൻ സംതിങ് പിയർ അങ്ങനെ എന്തോ. ഇത് ഒരു വെറൈറ്റി ഓറഞ്ച്. ഇങ്ങനത്തെ ഓറഞ്ചുകൾ നമ്മൾ അധികം ഇവിടെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് വന്നിട്ട് എന്താ പൊമീലോ സംതിങ് ഹണി സംതിങ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അത്. പിന്നെ നമ്മുടെ സാധാരണ മാതള നാരങ്ങ, കിവി, ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയൊക്കെ കണ്ടു. നമ്മൾ ജസ്റ്റ് ആപ്പിൾ മാത്രം വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് തക്കാളി വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ അവിടെ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയതില്ലേ, ഇത് വാൾനട്ടാണ് കേട്ടോ. അത് മുഴുവൻ കൊടുക്കാനുള്ള വാൾനട്ട് വാങ്ങിച്ചില്ല, ജസ്റ്റ് നോക്കി. അപ്പോൾ നമ്മുടെ വിൻ്റർ സീരീസിലുള്ള ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.